ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മായിയമ്മ മരിച്ച വിവരമറിഞ്ഞപ്പോൾ അവിടെ പോകേണ്ടതിനെ കുറിച്ച് കൂട്ടുകാരനായി സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ്. അവർ ക്രിസ്തീയ വിശ്വാസികളാണെങ്കിലും അവരുടെ സഭയിൽ മരിച്ചവർക്കായി മറ്റു തിരുകർമ്മങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. മരിച്ചവരെ കൊണ്ട് അടക്കം ചെയ്ത് കഴിഞ്ഞു പോന്നാൽ പിന്നെ അവിടെ തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു ആവശ്യകത ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഇടയായത്. അപ്പോൾ ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൊന്ന് കണ്ണോടിച്ചു നോക്കി. മരിച്ചവർക്ക് വേറെ തിരുകർമ്മങ്ങളുടെ ആവശ്യം വരുന്നില്ലേ എന്നറിയാനായി. എന്തുകൊണ്ടെന്നാൽ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്. നമ്മുടെ എല്ലാ മാതാപിതാക്കൾ ഒരുപാട് ദുരിതങ്ങളും സങ്കടങ്ങളും വേദനകളും അനുഭവിച്ചിട്ടാണ് മക്കളായ നമ്മളെ ഗർഭത്തിൽ വഹിച്ചും ചുമന്നും കഷ്ടപ്പെട്ടും വളർത്തിയും പ്രസവിച്ചും കൊണ്ടുവരുന്നത്. നമ്മൾ പെട്ടെന്ന് ഈ പ്രായത്തിൽ ഭൂമിയിൽ വന്നവരല്ല. ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി മാതാവിൻ്റെയും പിതാവിൻ്റെയെങ്കിലും ആഗ്രഹപ്രകാരം ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഭൂമിയിലേക്ക് വന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാതാപിതാക്കളെ പരിപാലിക്കുക എന്നതും നമ്മുടെ ചുമതലയാണല്ലോ. പ്രമാണങ്ങളിൽ കൽപ്പനകളിൽ 4-ാം കൽപ്പന ഇങ്ങനെയാണ് പ്രവചിക്കുന്നത്: നിന്റെ ആ മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്താനോ വേദനിപ്പിക്കുവാനോ നൊമ്പരപ്പെടുത്തുവാനോ പാടില്ല. അത് വളരെ വ്യക്തമായിട്ട് പ്രമാണത്തിൽ പറയുന്നു. ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിപ്പാൻ, ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഭവിപ്പാൻ നിന്നെ യോഗ്യനാക്കുന്നത് ഈ മാതാപിതാക്കളുടെ നിസ്വാർത്ഥമായ ജീവിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാതാപിതാക്കൾ നമ്മളെ വളർത്തി പരിപാലിക്കുന്നതിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഒരുപോലെ സാമ്പത്തിക ശേഷിയുള്ളവരാവണമെന്നില്ല. അപ്പൊ നമ്മൾ ചെറിയ തിന്മകളും ചെറിയ കളവുകളും ചെറിയ അവസ്ഥകളൊക്കെ പാപത്തിൻ്റെ മ്ലേച്ഛതയൊക്കെ പറ്റി പടർന്നിട്ടാണ് നമ്മളെ വളർത്തിയുണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ഇവര് മരിച്ചു പോയാൽ ഇവര് ആത്മാവിന് ശാന്തി വേണ്ടേ? ഇപ്പോ എൻ്റെ അപ്പൻ മരിച്ചാൽ അവര് നരകത്തിൽ പോകട്ടെയെന്ന് എനിക്ക് പറയാനാവുമോ? എനിക്ക് സമ്മതിക്കാനാവുമോ? ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ സർവസ്വമാണ്, എൻ്റെ എല്ലാമാണ്. എന്നിരുന്നാലും ദൈവം ഏൽപ്പിച്ചതാണല്ലോ എന്നെ അവരുടെ കയ്യിൽ. ഒരു മാതാവും ദൈവഹിതം കൂടാതെ ഗർഭം ധരിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വസിക്കണം. എന്നാൽ മാത്രമേ ഉദരത്തിൽ ഉരുവാകുന്ന ബീജവും ഗർഭധാരണം നടക്കുകയുള്ളൂ, അതിന് ജീവൻ കിട്ടുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ഊർജം അവിടെ കടന്നു വരണം. എന്നാൽ മാത്രമേ അതൊരു ദൈവ പൈതൽ ആയി രൂപം കൊള്ളുന്നുള്ളൂ. അപ്പോ ദൈവം സ്ത്രീയോട് സമ്മതം ചോദിക്കും. എൻ്റെ മകനെ ഗർഭം ധരിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോ ഇത് കേൾക്കുന്ന ചില നെറ്റിച്ചു വിളിക്കും, എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറയും. വാസ്തവത്തിൽ ചോദിക്കുന്നുണ്ട്, ഓരോ സ്ത്രീയോടും ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ ഗർഭം ധരിക്കാൻ നിനക്ക് സമ്മതമാണോ? ആണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നീ ഗർഭം ധരിക്കുന്നുള്ളൂ. അതുപോലെ ഓരോ പുരുഷനോടും ചോദിക്കുന്നുണ്ട്, എൻ്റെ മകളെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പുരുഷനും ഓരോ സ്ത്രീയെയും വിവാഹം ചെയ്യുന്നത്. അവര് ഏത് രജിസ്റ്റർ ഓഫീസിൽ പോയാലും അവിടെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം വിശ്വസിക്കണം.
കാണാത്തത് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പൊ ഇത് നമ്മൾ വിശ്വസിച്ച് തീരൂ. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ പാപത്തിൽപ്പെട്ട് മരിച്ചു പോയാൽ അവർക്ക് മോക്ഷപ്രാപ്തി വേണമെന്ന് മക്കളായ നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ഉണ്ടാവല്ലോ? ഞാൻ പറഞ്ഞതിൽ തെറ്റ് തോന്നുന്നുണ്ടോ? അപ്പോ ഈ പാപപ്പൊറുതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ അവരുടെ പാപപരിഹാരത്തിനുള്ള കർമ്മങ്ങളും ബലികളും നമ്മൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിന് തെളിയിക്കുന്ന ഒരു ഭാഗം ബൈബിളിൽ കണ്ടത് മക്കബായരുടെ പുസ്തകത്തിൽ യൂദാസ്, 2 മക്കബായരുടെ പുസ്തകത്തിൽ യൂദാസ് വളരെ വ്യക്തമായിട്ട് പാപം ചെയ്ത് മരിച്ചുപോയ തന്റെ യോദ്ധാക്കൾക്ക് വേണ്ടി പാപപരിഹാര ബലി കഴിക്കുന്നുണ്ട്. 2000 ദ്രാഗ്മ വെള്ളി ശേഖരിച്ചാണ് ആ വെള്ളിയാണ് ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുന്നത് പാപപരിഹാര ബലിക്കായിട്ട്. അപ്പോ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, മരിച്ചുപോയവർക്ക് പാപപരിഹാരത്തിന് ബലി ഇടണം എന്നുള്ള ബോധ്യമായി. ഒന്ന്. രണ്ടാമത്തെ ഭാഗം നമ്മൾ കാണുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. മത്തായി 27:52-53 പറയുന്നത് എങ്ങനെയാണ്? നിദ്ര പ്രാപിച്ച പല വിശുദ്ധന്മാരുടെയും ആത്മാവുകൾ ഉയർപ്പിക്കപ്പെട്ടു. എപ്പോ? കർത്താവ് മരിച്ചപ്പോൾ ആ സമയം കല്ലറകൾ തുറക്കപ്പെടുകയും നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ആത്മാവുകൾ ഉയർപ്പിക്കപ്പെട്ടു. അപ്പൊ ഈ ആത്മാവുകൾ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ ഈ മരിച്ചുപോയ മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിൽ അവരുടെ ആത്മാവടക്കം അവിടെ സംരക്ഷിക്കപ്പെടണം. എന്നാൽ മാത്രമേ ഉയർപ്പിക്കപ്പെടുള്ളൂ. അന്ന് ദൈവം നരകത്തിലേക്ക് വിട്ടു കളഞ്ഞില്ലെങ്കിൽ അവിടെ ഉയർപ്പിക്കാനില്ലല്ലോ. അപ്പോ മരിച്ചവരുടെ ആത്മാവുകളെ നിത്യരക്ഷയ്ക്കും നിത്യവിധിക്കുമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ പ്രാർത്ഥനാ സഹായം അനിവാര്യമാണ്. പക്ഷേ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളുകളിലാണ് ഈ ആവശ്യകതകൾ നിരസിക്കുന്നത്. അത് തീർത്തും അനുവദനീയമായൊരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മാതാവും പിതാവും മൊട്ടത്തോടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരമ്മ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് ജനിച്ച് ഭൂമിയിൽ വീണാൽ അമ്മ ഒരു മൊട്ടത്തോടായി രൂപാന്തരപ്പെടുന്നില്ല. അമ്മ എന്നും അമ്മ തന്നെയാണ്. അമ്മയെ ബഹുമാനിക്കണമെന്ന് സകല മനുഷ്യ മക്കളും ഒന്നടങ്കം വിശ്വസിച്ച് ഏറ്റുപറയുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ പരിപാലിക്കണം എന്ന് ഉള്ളത് ദൈവനീതിയാണ്. ആയതിനാൽ ഈ മരിച്ചവർക്ക് തിരുകർമ്മങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. തന്നെയുമല്ല, തോബിത്തിന്റെ പുസ്തകത്തിലും തോബിത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ പൂർവികരുടെയും എന്റെയും അനവധിയായ പാപങ്ങൾക്ക് മാപ്പ് തരണമേ എന്നാണ് തോബിത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തിൽ പഴയ പുസ്തകങ്ങളിൽ 2 ഭാഗത്തായി മരിച്ചവർക്ക് പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ എടുത്തു കാണിക്കുന്നത്. ഒന്ന് തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനത്തിലും കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലും മരിച്ചുപോയ ആത്മാക്കൾക്ക് തിരുകർമ്മങ്ങൾ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതായത് 1 തെസ്സലോനിക്ക 4:13-12 ഭാഗത്ത് മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. ഇതേപോലെ തന്നെ കൊരിന്ത്യസിലെ 15-12 തുടങ്ങിയ തിരുവചനങ്ങൾ സൂചിപ്പിക്കുന്നതും കർത്താവിന്റെ ഉത്ഥാനത്തെ കുറിച്ചാണ്. കർത്താവ് ഉത്തിതനായിട്ടുണ്ടെങ്കിൽ മരിച്ച ആത്മാക്കളും ഉത്തിതരാകും. കർത്താവ് ഉത്തിതനായിട്ടില്ലെങ്കിൽ മരിച്ച ആത്മാക്കളും ഉത്തിതരാകുകയില്ല എന്ന് കട്ടായം പറഞ്ഞ് പൗലോസ്ലീഹ അതിനെ സ്ഥാപിക്കുന്നു.
അപ്പോൾ മരിച്ചവർക്ക് പ്രാർത്ഥന ചെല്ലേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞു വെക്കും. നമ്മളുടെ ഓരോ സഭകളുടെ നിലനിൽപ്പിന് വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സഭകൾ ഉണ്ടാക്കിയാൽ ദൈവസന്നിധിയിൽ അത് എത്രമാത്രം നീതീകരിക്കപ്പെടും എന്ന് എനിക്കറിയില്ല. ഞാൻ അറിവിൽ വളരെ ശിശുവാണ്. ആയതിനാൽ ഈ കണ്ട ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ തീർത്തും അത്യാവശ്യക്കാരാണ്. മാനുഷിക തലത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്കൊരിക്കലും എൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിക്കാനോ വിട്ടുകളയാനോ നരകത്തിലാക്കാനോ സാധിക്കുകയില്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് സത്യത്തിൽ പറഞ്ഞാൽ നരകം തന്നെയാണ്. കാരണം അമ്മേനെ ഒരു അനാഥാലയത്തിലും ഉണ്ടാക്കും, അപ്പനെ വേറെ അനാഥാലയത്തിലും ഉണ്ടാക്കും. അതിന് കാരണക്കാരും ഈ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം മുലകുടി മാറുമ്പോഴേക്കും കുട്ടിയെ ബോർഡിങ്ങിലാക്കും. കാരണം അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അവൻ പഠിച്ചു മിടുക്കനായി IAS കാരനാവണം, IPS കാരനാവണം, അവൻ കളക്ടറാവണം, അവൻ പ്രധാനമന്ത്രിയാവണം എന്നൊക്കെയുള്ള ആഗ്രഹമാണ്. ആഗ്രഹം കൊള്ളാം, പക്ഷെ ചെയ്യുന്നത് തലയ്ക്കിൽ വളം വെക്കുന്ന പണിയാണ്. വളം കടക്കിൽ വെക്കണം. അറിയാത്ത മാതാപിതാക്കളെ ഇനിയെങ്കിലും ചിന്തിക്കുക. നിങ്ങൾ കടയ്ക്ക് വളം വെച്ച് പഠിക്കും. അപ്പോൾ വൃക്ഷം നന്നായി വളരും, നന്നായി പൂക്കും, നന്നായി കായ്ക്കും. തലയ്ക്കിൽ കൊണ്ടുപോയി വളം വെച്ചാൽ അതിൻ്റെ തല ചീഞ്ഞു പോകും. അതോടുകൂടി വൃക്ഷം പോകും. നഷ്ടം നിങ്ങൾക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം നല്ലൊരു ശാന്തിയും സമാധാനവും നിറഞ്ഞ എല്ലാവിധ സംരക്ഷണവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.